രാജ്യം ഇതുവരെ കാണാത്ത ഒരു ജനകീയ യുവജന മുന്നേറ്റത്തിനാണ് ഡൽഹിയിലെ ജന്തർ മന്ദറും പാർലമെന്റ് തെരുവുകളും ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ വെറും ഒരു ആക്ഷേപഹാസ്യമായിട്ട് തുടങ്ങി വെറും 2 മാസത്തിനുള്ളിൽ കോടിക്കണക്കിന് യുവാക്കളുടെ ശബ്ദമായിട്ട് മാറിയ കോക്രോച്ച് ജനതാ പാർട്ടി തെരുവ് സമരങ്ങളിലേക്ക് ആളിപ്പടരുകയാണ്. കഴിഞ്ഞ ദിവസം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങളും പ്രതിഷേധങ്ങളിൽ ഈ പറയുന്ന വിദ്യാർത്ഥികളെ വലിയ രീതിയിൽ തന്നെ ആക്രമിക്കുന്നതൊക്കെ നമ്മൾ ദൃശ്യമാധ്യമങ്ങളിൽ കണ്ടതാണ്. എന്തായാലും ഇതേപ്പറ്റി നമ്മളോടൊപ്പം സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രീ ജിൻഡോ ജോൺ ചേരുകയാണ്. നമസ്കാരം ജിൻഡോ. ഇന്ന് ഡൽഹി തെരുവുകളെ നിശ്ചലമാക്കുന്ന ജനകീയ സമരമായിട്ട് ഈ കോക്രോച്ച് ജനതാ പാർട്ടി മാറിയിരിക്കുകയാണ്. മാത്രമല്ല, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് ജന്തർ മന്ദറിൽ പോലീസിന്റെ ലാത്തി ചാർജും കണ്ണീർ വാതകവും നേരിട്ട് കൊണ്ട് സമരം ചെയ്യുന്നത്. മാത്രമല്ല, ഇത്തരം സമരങ്ങൾ നടക്കുമ്പോൾ അവിടെ ഈ മൗനം പാലിക്കുകയാണ് കേന്ദ്ര സർക്കാരും മോദിയും. എന്താണ് ഇതിൽ അങ്ങേക്ക് തോന്നുന്നത്? അങ്ങനെ ഒരു പ്രതികരണം നടത്തുമെന്ന് നമ്മളിപ്പോ പ്രതീക്ഷിക്കണ്ട. ഇപ്പോ ഇതുവരെയുള്ള സാഹചര്യം വെച്ചിട്ട് ഇനി എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായാലേ ഉള്ളൂ. കാരണം കഴിഞ്ഞ 12 വർഷമായിട്ട് ഈ രാജ്യത്തെ മനുഷ്യരോട് യാതൊരു വിധത്തിലും അക്കൗണ്ടബിലിറ്റി ഇല്ലാത്തൊരു ഭരണകൂടമാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദി ഈ രാജ്യത്തെ മാധ്യമ പ്രവർത്തകരെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. സ്പോണ്ടേനിയസ് ആയിട്ട് ഒരു ചോദ്യത്തിന് ഉത്തരം നൽകിയിട്ടില്ല. അദ്ദേഹം നേരത്തെ തയ്യാറാക്കി വെച്ച മൻ കി ബാത്ത് നടത്തി ശീലമുണ്ടെന്നുള്ളതല്ലാതെ ഒരിക്കലും ഒരു ചോദ്യത്തെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇന്നലെ നരേന്ദ്രമോദിയുടെ വസതിക്ക് പുറത്ത് തെരുവിൽ സമരം ചെയ്യുന്ന രാഹുൽ ഗാന്ധി നെഞ്ചി വിരിച്ചു നിൽക്കുമ്പോൾ നരേന്ദ്രമോദി മറ്റെവിടെയോ ഒളിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടക്കുന്ന സമരം, ആ ചെറുപ്പക്കാർ വിദ്യാർത്ഥികൾ ആ സമരം ചെയ്യുന്നതിന് കാരണമെന്ന് നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. 123 കുട്ടികൾ ആത്മഹത്യ ചെയ്ത പ്രശ്നമാണ്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ രാജ്യത്ത് ആകമാനം 93 വിദ്യാർത്ഥികൾ ചോദ്യപേപ്പർ ചോർച്ചയും മാർക്ക് ലിസ്റ്റിലെ പുനർമൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. 6 മാസത്തിനുള്ളിൽ മാത്രം 23 പേർ ആത്മഹത്യ ചെയ്തു. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നടത്തിയ പരീക്ഷകളിൽ 276 പരീക്ഷകളിൽ 158 പരീക്ഷകളുടെ ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ട്. ഇത് വെറുതെ നടത്തുന്ന ചെറിയ പരീക്ഷകളൊന്നുമല്ല. കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ നടത്തുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പരീക്ഷകളുടെ ചോദ്യപേപ്പറുകളാണ് ചോരുന്നത്. പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളുടെ സ്ലീവ് കട്ട് ചെയ്യുക, തലമുണ്ട് മാറ്റുക, തൊപ്പി മാറ്റുക, സിപ്പ് പരിശോധിക്കുക, ബെൽറ്റ് ഊരി വെക്കുക, അങ്ങനെയുള്ള ഒരുപാട് സെക്യൂരിറ്റി ചെക്കൊക്കെ നടത്തിയതിനു ശേഷം പരീക്ഷ എഴുതിപ്പിക്കുന്നു. അതിന്റെ 4/1 സെക്യൂരിറ്റി ചെക്ക് വേണ്ട ഇതിന്റെ ചോദ്യപേപ്പർ ചോരാതെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ചോർത്തിക്കൊണ്ടുപോകുന്ന സംഘപരിവാറുകാർ, BJP-ക്കാർ, യുവമോർച്ചക്കാരാണ്. അക്കാര്യത്തിൽ നടപടി എടുക്കണമെന്ന് പറയുമ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിനും മന്ത്രിക്കും മൗനമാണ്. ഇവരുമായി അടുത്ത ബന്ധമുള്ള ആളുകളാണ് ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതും അത് തന്നെ കരിഞ്ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുന്നതും. അപ്പൊ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആരുമില്ല. ഉദ്യോഗസ്ഥരുടെ മേൽ പഴി ചാറിക്കൊണ്ട് ഈ സർക്കാർ എത്ര കാലം മുന്നോട്ട് പോകും? അപ്പോ ഇവിടെ കോക്രോച്ച് ജനതാ പാർട്ടി ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന സമരത്തിന് വിഷയാടിസ്ഥാനമായി കോൺഗ്രസ്, ഇന്ത്യ മുന്നണി പിന്തുണ നൽകുന്നുണ്ട്. ആ സമരം വിജയിക്കേണ്ടതാണ്. കാരണം വിദ്യാർത്ഥികൾ, ഇപ്പോ മെഡിക്കൽ വിദ്യാർത്ഥികളായിക്കോട്ടെ, എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളായിക്കോട്ടെ, നാളെ നമ്മുടെ രാജ്യത്തെ പടുത്തുയർത്തേണ്ട ആളുകളാണ്. ഈ രാജ്യത്തെ ആരോഗ്യരംഗം എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഈ നീറ്റ് പരീക്ഷ എഴുതി ജയിച്ച് ഡോക്ടർമാരായി വരുന്ന ആളുകളാണ്. അതുപോലെ ഈ രാജ്യം എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഈ പരീക്ഷ എഴുതി ജയിക്കുന്ന എഞ്ചിനീയർമാരാണ്. അപ്പൊ ഭാവി തലമുറയെ സംഘപരിവാർ വൽക്കരിക്കാൻ വേണ്ടിയിട്ട് യാതൊരു തരത്തിലും വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആളുകൾ ഒരു മേഖലയിലും വരരുത് എന്ന് തീരുമാനിച്ചുകൊണ്ട് നടത്തുന്ന പ്രവർത്തനം പോലെയാണ് നമുക്ക് ഇന്ന് തോന്നുള്ളൂ. ഈ കുട്ടികൾ സമരം ചെയ്യുന്നത് നരേന്ദ്രമോദിയുടെ എൻടയർ പൊളിറ്റിക്കൽ സയൻസിലുള്ള ഡിഗ്രി സർട്ടിഫിക്കറ്റ് ചോദിച്ചുകൊണ്ടല്ല. അത് അവർ പൂട്ടി വെക്കുകയോ ഒളിച്ചു വെക്കുകയോ എന്തെങ്കിലും ചെയ്യട്ടെ. അവർ സമരം ചെയ്യുന്നത് അവരുടെ കൂട്ടത്തിൽ നിന്ന് ആത്മഹത്യ ചെയ്ത 23 കുട്ടികളുടെ ആ കൊലപാതകത്തിൽ നീതി കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. ചോർന്നു പോയ ചോദ്യ പേപ്പറിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. സോനം വാങ്ചൂക്കിനെ പോലുള്ള ആളുകൾ നിരാഹാരം കിടന്നിട്ട് തിരിഞ്ഞു നോക്കാത്ത ആളുകൾ. ഇവിടെ സ്വാതന്ത്ര്യ സമര കാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ നിരാഹാരം കിടക്കുന്ന ഗാന്ധിയോട് സംഭാഷണം നടത്താൻ, ചർച്ച നടത്താനായിട്ട് ബ്രിട്ടീഷുകാർ പോലും തയ്യാറാകുന്നത്. ആ സമയത്താണ് ഈ രാജ്യത്തെ ഒരു സർക്കാർ ഈ രാജ്യത്തെ പൗരന്മാരെ എല്ലാ രീതിയിലും അക്രമത്തിലൂടെ അടിച്ചമർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഇവിടെ കണ്ണീർ വാതക ഷെല്ലുകളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ജലപീരങ്കിയോ ലാത്തി അടിയോ കൊണ്ടൊന്നും ഈ രാജ്യത്തെ പൗരന്മാരുടെ സാമാന്യ ചോദ്യത്തെ ഇല്ലാതാക്കാൻ പറ്റില്ല, നിശബ്ദമാക്കാൻ പറ്റില്ല.
ഈ ഒരു വിഷയം അല്ലെങ്കിൽ പ്രതിഷേധം നടക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി ജിൻഡോ പറയേണ്ടതുണ്ട്. കാരണം അയോധ്യയിൽ അല്ലെങ്കിൽ അയോധ്യയിലും ബദ്രിനാഥിലും ആരാണ് ഭരിക്കുന്നത്, അവിടെ സ്വർണം മോഷ്ടിച്ചത് ആരാണ്, അല്ലെങ്കിൽ പ്രതികൾ ആരാണ് എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇവിടുത്തെ സംഘപരിവാറോ RSSകാരോ ചർച്ച ചെയ്യാനോ ഈ കൊടിയും പിടിച്ച് പ്രതിഷേധം നടത്താനോ അല്ലെങ്കിൽ അവർക്കെതിരെ നിയമപരമായിട്ട് പോരാടാനോ ഒന്നും തന്നെ മുതിരുന്നില്ല. പക്ഷേ ഇവിടെ ഈ നീറ്റ് പരീക്ഷയിൽ വളരെ സാധാരണ രീതിയിൽ തന്നെ ഒരു പ്രകോപനപരവും അല്ലാത്ത രീതിയിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ അടിച്ചമർത്തുന്ന രീതിയിലും തല്ലിച്ചതയ്ക്കുന്ന രീതിയിലുമാണ് ഈ BJP ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത്. ഈ നീക്കങ്ങൾ നടത്തുമ്പോൾ മോദിയും അല്ലെങ്കിൽ മോദിന്റെ ഭരണ കേന്ദ്രവും നടത്തുന്ന ഇരട്ടത്താപ്പല്ലേ ഇത്? ഞാൻ മനസ്സിലാക്കുന്നത് BJP ഭയത്തിലാണ്, കേന്ദ്ര സർക്കാർ ഭയത്തിലാണെന്നാണ്. അതിന് 2-3 കാര്യങ്ങളുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അത് വിമർശിക്കുന്നവരുടെ എണ്ണം കൂടുക എന്നുള്ളതാണ്. വിമർശിക്കുന്നവരും വിമർശനത്തിന് വിധേയമാകുന്നവരും ചേർന്നതാണ് ജനാധിപത്യം. അപ്പോ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ബേസിക് കൺസെപ്റ്റ് മനസ്സിലാക്കാത്തതാണ് സംഘപരിവാറിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അവർക്ക് അത് ഒരിക്കലും മനസ്സിലാകുകയില്ല, അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമില്ല. അപ്പൊ നരേന്ദ്രമോദി സർക്കാരിന് ഈ ജനാധിപത്യത്തിന്റെ അഭിപ്രായ വ്യത്യാസങ്ങളെ ഉൾക്കൊള്ളാനുള്ള ശേഷിയില്ല. ഒരു കാലത്തും അത്തരം എതിരഭിപ്രായങ്ങൾ ഉൾക്കൊള്ളാൻ ശേഷിയില്ലാത്തത് കൊണ്ടാണ് അവർ അഭിപ്രായ വ്യത്യാസങ്ങൾ ചോദിക്കുന്നവർ ഒക്കെ ആയിട്ടുള്ള മനുഷ്യർക്കെതിരെ അക്രമം അഴിച്ചു വിടുന്നത്. അത് എല്ലാ കാലത്തും ഫാസിസ്റ്റുകളുടെ പരിപാടിയായിരുന്നു. ലോകത്താകമാനമുള്ള ഫാസിസ്റ്റ് സർക്കാരുകൾ അഭിപ്രായ വ്യത്യാസങ്ങളും ചോദ്യങ്ങളും ഉയർത്തുന്ന ആളുകൾക്കെതിരെ നടത്തുന്ന പരിപാടികൾ സെയിം തന്നെയാണ്. അത് അക്രമത്തിന്റെയും അതിക്രമത്തിന്റെയും അടിച്ചമർത്തലിന്റെയും വഴികൾ മാത്രമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പാർലമെന്റിനകത്ത് ചോദ്യം ചോദിക്കാൻ പോലും അനുമതി കൊടുക്കുന്നില്ല. ചോദ്യത്തിന് ഉത്തരം നൽകാതിരിക്കുക മാത്രമല്ല, 2 ദിവസമായി നടക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് നേരിട്ട് ആവശ്യപ്പെട്ടിട്ട് പോലും ചോദ്യം ചോദിക്കാനുള്ള അനുമതി പോലും സ്പീക്കർ കൊടുക്കുന്നില്ല. രാജ്യസഭയിൽ രാജ്യസഭാ അധ്യക്ഷൻ ഉപരാഷ്ട്രപതി പോലും ചോദ്യങ്ങൾക്ക് അവസരം കൊടുക്കുന്നില്ല. അപ്പൊ ഒരേ സമയം രാജ്യത്തിന്റെ പാർലമെന്റിൽ, രാജ്യസഭയിലും ലോക്സഭയിലും ചോദ്യങ്ങൾക്കുള്ള അനുമതി പോലും കൊടുക്കുന്നില്ല. ചോദ്യങ്ങൾ ഉണ്ടെങ്കിലല്ലേ ഉത്തരം പറയാനുള്ള സാഹചര്യമുള്ളൂ. അപ്പൊ അത്രയും പോലും ചോദ്യങ്ങളെ ഭയപ്പെടുന്ന ഒരു സർക്കാർ ഈ നാട് ഭരിക്കുമ്പോ ഈ സമരം ചെയ്യുന്ന കുട്ടികൾക്ക് നേരെ, സമരം ചെയ്യുന്ന പ്രതിപക്ഷ നേതാവിനെതിരെ അക്രമം അഴിച്ചു വിടുന്നത് ഫാസിസ്റ്റുകൾ ഭയപ്പെടുന്നതിന്റെ ലക്ഷണമാണ്. ഓരോ ഫാസിസ്റ്റും ഭയപ്പെടുന്നതിന്റെ ആദ്യത്തെ ലക്ഷണം അവർ അക്രമം അഴിച്ചു വിടുന്നതാണ്. ഇവിടെ നരേന്ദ്രമോദി പേടിച്ചൊളിച്ചിരിക്കുന്നു. ഇവിടെ ജിതേന്ദ്ര സിംഗിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ വന്ന് തെരുവിൽ സംഭാഷണത്തിന് തയ്യാറാകുന്നു. അതുപോലെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്ന CJPയുടെ വിദ്യാർത്ഥി പ്രതിനിധികളെ JP നദ്ദ കാണുന്നു. ഇതെല്ലാം മുൻകാലങ്ങളിൽ ഉണ്ടാകുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സമീപനമാണ്. അതായത് മുൻപുണ്ടായിരുന്നതിനേക്കാൾ വലിയ ഭയം ഇന്ന് സംഘപരിവാർ സർക്കാരിനെ വേട്ടയാടുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മുൻപ് കർഷക സമരം നടന്നപ്പോഴും 1.5 വർഷത്തോളം ആ സമരം മുന്നോട്ട് പോയപ്പോൾ സമാനമായ സാഹചര്യത്തിൽ അവർ മൗനത്തിലായിരുന്നു. അവസാനം കർഷകരുടെ സമരത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കേണ്ട ഗതികേട് നരേന്ദ്രമോദി സർക്കാരിനുണ്ടായി. ഈ സർക്കാരും സമാനമായ സാഹചര്യത്തിൽ ഈ രാജ്യത്തെ ചെറുപ്പക്കാരുടെ, വിദ്യാർത്ഥികളുടെ സമരത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കേണ്ടി വരും. ഉത്തരമില്ലാത്തത് കൊണ്ട് മാത്രമാണ് മോദി ഒളിച്ചിരിക്കുന്നത്. കാണാപ്പാഠം പഠിച്ചൊരു ഉത്തരം പോലും പറയാൻ പറ്റുന്നില്ല. ജിൻഡോ, അതുപോലെ തന്നെ ഈ അയോധ്യ വിഷയം വരുമ്പോൾ മൗനം പാലിക്കുന്ന മോദി സർക്കാരും ഈ പറയുന്ന നീറ്റ് പരീക്ഷയിൽ മൗനം പാലിച്ചുകൊണ്ട് അവർക്കെതിരെ ഇത്തരത്തിലുള്ള കേന്ദ്ര പോലീസുകാരുടെ ആക്രമണങ്ങൾ നടക്കുമ്പോഴും അവിടെയും മൗനം പാലിക്കുന്ന ഇതേ മോദി സർക്കാർ അല്ലെങ്കിൽ മോദി ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ജനങ്ങൾ ഒരുപക്ഷെ തിരിച്ചറിയുന്നില്ല. കാരണം ഈ അയോധ്യ വിഷയം നീറ്റ് പരീക്ഷയുടെ വിഷയവും വെച്ച് നോക്കുകയാണെങ്കിൽ അടുത്ത ഇലക്ഷന് വലിയൊരു പരാജയം BJPക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല. അതൊരു വെല്ലുവിളിയായി മാറില്ലേ? തീർച്ചയായിട്ടും അവരുടെ ജീൻ തന്നെ ഇരട്ടത്താപ്പിന്റെയാണുള്ളൂ. രാജ്യത്തെ മനുഷ്യര് രാജ്യം സൃഷ്ടിക്കാൻ വേണ്ടി സ്വാതന്ത്ര്യ സമരത്തിൽ ഏർപ്പെടുന്ന കാലത്ത് ഇവര് ബ്രിട്ടീഷുകാർക്ക് സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത് അവർ ഷൂ നക്കുന്ന തിരക്കിലായിരുന്നു. ഓരോ ഘട്ടത്തിലും ഈ രാജ്യത്തിന്റെ പൊതുവികാരത്തിന് എതിരായിട്ട് ഇരട്ടത്താപ്പ് നിലപാട് സ്വീകരിച്ച് മാത്രമേ അവർക്ക് ശീലമുള്ളൂ. കലാപകലുഷിതമായി സംഘപരിവാറിന്റെ വാനരസേനകളെ ഇളക്കി വിട്ട് ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷ ബോധ്യങ്ങളെയും ഈ രാജ്യത്തെ മനുഷ്യരുടെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന രീതിയിലായി എല്ലാ കാലത്തും ഒരു നിലപാടെടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഒരു ഫാൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ BJPക്ക് ഉത്തരം പറയാൻ പറ്റാതെ വരുമ്പോഴാണ് ഈ പറഞ്ഞ ഇരട്ടത്താപ്പ് നയം എടുക്കുന്നത്. ഒന്നാമത്തത്, ഈ അയോധ്യ BJPയുടെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ആയിരുന്നു അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം. ആ രാമക്ഷേത്രത്തിന്റെ മുഖ്യ കാർമ്മികത്വം വഹിച്ചത്, പ്രാണപ്രതിഷ്ഠയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്.
നരേന്ദ്രമോദിയുടെ ഓഫീസ് നേരിട്ട് ഇടപെട്ടാണ് അവിടുത്തെ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയെല്ലാം രൂപപ്പെടുത്തുന്നത്. അതിനുശേഷം അവിടുത്തെ ക്ഷേത്ര നിർമ്മാണത്തിന്റെ ഫണ്ട് കളക്ട് ചെയ്തതിൽ കൊള്ള നടക്കുന്നു, അവിടുത്തെ വൗച്ചറിൽ കളവ് നടക്കുന്നു, അവിടെ നേർച്ചപ്പെട്ടിയിൽ നിന്ന് കളവ് നടക്കുന്നു, ഹുണ്ടികയിൽ നിന്ന് മോഷണം നടക്കുന്നു. എല്ലാ രീതിയിലും സംഘപരിവാറിന്റെ കൊള്ളയ്ക്കുള്ള കൂത്തരങ്ങാക്കി അയോധ്യ മാറ്റിയിട്ട് മറുത്തൊരു അക്ഷരം പറയാൻ ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു സംഖ്യ ഉണ്ടാവും? ഒരു സംഖ്യയുമില്ല. ബദ്രിനാഥിലെ ക്ഷേത്രമായാലും രാജ്യത്ത് സംഘപരിവാർ ഭരിക്കുന്ന അല്ലെങ്കിൽ സംഘപരിവാറിന് നേരിട്ട് ആക്സസ് ഉള്ള മുഴുവൻ ക്ഷേത്രങ്ങളിലും കൊള്ള നടക്കുന്നുണ്ട്. ഒരു അക്ഷരം എതിർത്ത് പറയുന്നില്ല. രാമനെ കൊള്ളയടിക്കുന്നവർക്കെതിരെ ഒരു വാക്കുരിയാടാൻ പറ്റാത്ത ആളുകളാണ് രാമക്ഷേത്രത്തിന് വേണ്ടിയിട്ട് ബാബറി മസ്ജിദ് പൊളിച്ച് പാവപ്പെട്ട മനുഷ്യരെ, ആയിരക്കണക്കിന് മനുഷ്യരെ തെരുവിൽ കൊന്നുകളഞ്ഞത്. ഇവർക്ക് രാമനെ അല്ല വേണ്ട, രാമന്റെ പേരിൽ വീഴുന്ന പണപ്പെട്ടിയാണ് ഇവരുടെ ആവശ്യം. അതാണ് ഇവർക്കൊരു ഉത്തരം പറയാൻ പറ്റാത്തത്. ഈ വിഷയങ്ങളെ ഒന്നും ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ CJPയുടെ വിഷയത്തിന് CJP ഉന്നയിക്കുന്ന വിഷയം, നീറ്റ് ചോദ്യപേപ്പർ വിഷയം അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൊടുത്താൽ അടുത്ത ചോദ്യം രാമക്ഷേത്രത്തെ കുറിച്ച് വരും. അപ്പൊ അത് ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ദിവസം ഈ വിഷയവുമായി ബന്ധപ്പെട്ട തർക്കവും ബഹളവും സമരവും ഒക്കെ മുന്നോട്ട് പോകണം. രാമക്ഷേത്ര കൊള്ള ഒരിക്കലും ചർച്ച ചെയ്യപ്പെടരുത് എന്നാണ് BJP ആഗ്രഹിക്കുന്നത്. ഇവിടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇന്ന് കേരളത്തിലെ KPCC ഓഫീസിലേക്ക്, അതായത് ഇന്നലെ CJPയുടെ സമരം ചെയ്യുന്ന കുട്ടികളെ അതിക്രൂരമായി മർദ്ദിച്ചു, സോനം വാങ്ചുക്കിനെ പോലെയുള്ളവരുടെ പൗരാവകാശ സമരത്തെ ആക്രമിക്കുന്നു, അതുപോലെ തന്നെ ചോദ്യപേപ്പർ ചോർച്ചയിലെ കള്ളന്മാരെ സംരക്ഷിക്കുന്നു എന്നീ വിഷയങ്ങൾ ഉന്നയിച്ച് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്നലെ ഡൽഹിയിൽ നടത്തിയ സമരം പ്രധാനമന്ത്രിക്ക് സ്വന്തം വീട്ടിൽ പോകാൻ പോലും പറ്റാത്ത അത്ര രീതിയിൽ തെരുവ് നിറഞ്ഞുള്ള ഒരു സമരത്തിനെതിരെ ഇന്ന് BJP എടുക്കുന്ന സമരം എന്താ? കേരളത്തില് KPCC ആസ്ഥാനത്തേക്ക് സമരം ചെയ്യുന്നു. അതായത് പ്രതിപക്ഷത്തിന്റെ ജനാധിപത്യപരമായ സമരത്തിനെതിരെ BJP ഒരു സമരം ചെയ്യുന്നു. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ BJPക്കോ RSSനോ ഇവരും പ്രാണപ്രതിഷ്ഠയ്ക്ക് വെള്ളി ഇഷ്ടികയും പണമൊക്കെ സംഭാവന ചെയ്ത ആളുകളല്ലേ? അയോധ്യയിലെ ക്ഷേത്ര കൊള്ളയ്ക്കെതിരെ ഒരു വാക്കുരിയാടാൻ കേരളത്തിലെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനോ BJPയുടെ സംഘപരിവാറിന്റെ ഏതെങ്കിലും നേതാക്കന്മാർക്ക് ഇതുവരെ സാധിച്ചിട്ടുണ്ടോ? അവർക്ക് സാധിക്കില്ല. അവരുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു കൊള്ളയ്ക്കെതിരെ സംസാരിക്കാൻ അവരെ കൊണ്ട് പറ്റില്ല. പകരം സമരം ചെയ്യുന്നവർക്കെതിരെ സമരം ചെയ്യാനേ ഇവർക്ക് അറിയുള്ളൂ. എല്ലാ കാലത്തും അതേ ചെയ്തിട്ടുള്ളൂ. ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെതിരെ അന്ന് ഇവർ സമരം ചെയ്തു. ബ്രിട്ടീഷുകാർക്ക് പാദസേവ ചെയ്തുകൊണ്ട്, ഒളിപ്പോര് നടത്തിക്കൊണ്ട്. അല്ല, ഇതെല്ലാം ഞാൻ ഇതിനെ കാണുന്ന വേറൊരു ആംഗിളിലാണ്. അതായത് ഈ രാജ്യത്തെ മനുഷ്യരെ ബാധിക്കുന്ന ഓരോ വിഷയവും, ആൾക്കൂട്ട കൊലപാതകം, വർഗീയ വിദ്വേഷ പ്രചരണങ്ങൾ, കലാപങ്ങൾ, വിലക്കയറ്റം, തൊഴിലില്ലായ്മ, പട്ടിണി, ദാരിദ്ര്യം, പെട്രോളിയം നികുതി ഭീകരത, ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും, വർഗീയ ലഹളകൾ, ന്യൂനപക്ഷ വേട്ടകൾ, ആദിവാസികൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾ, ഈ പറഞ്ഞ എല്ലാ വിഷയങ്ങളും അത് ബാധിക്കപ്പെടുന്ന മനുഷ്യർക്ക് കൂടി തോന്നണം ഇത് പോരാടേണ്ട സമയമാണെന്ന്. കോൺഗ്രസും പ്രതിപക്ഷവും മാത്രം തെരുവിൽ സമരം ചെയ്താൽ പോരാ, ഓരോ മനുഷ്യർക്കും തോന്നണം. അത് തെരഞ്ഞെടുപ്പാവുമ്പോൾ ഓർത്തിരുന്ന് വോട്ട് ചെയ്യാനും കൂടി പറ്റണം. ആ രീതിയിലേക്ക് ഇത്തരം വിഷയങ്ങൾ മാറേണ്ടതുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്തോറും BJPയുടെ ഏറ്റവും വലിയ വിജയം രാമക്ഷേത്ര നിർമ്മാണമായിരുന്നു. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി പോലും പല ഘട്ടത്തിലും പിന്നിൽ പോയി. അയോധ്യയിൽ BJPയുടെ സ്ഥാനാർത്ഥി തോറ്റുപോയി. ഈ രാജ്യത്ത് BJPയുടെ വളർച്ച താഴേക്കാണ്, ഡൗൺവേർഡ് ഷിഫ്റ്റിംഗ് കർവാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മനുഷ്യരെല്ലാവരും അവരെ ബാധിക്കുന്ന ജീവിതാനുഭവങ്ങളുടെ പേരിൽ ഓർത്തിരുന്ന് വോട്ട് ചെയ്യുമെന്നുള്ളതാണ് എന്റെ ഒരു പ്രതീക്ഷ. ആ കാൽക്കുലേഷനാണ് എനിക്ക് ഈ സമരങ്ങളിൽ നിന്നെല്ലാം കാണുന്നത്. ഇത്രയും കാലം കോൺഗ്രസും ഇന്ത്യ മുന്നണിയും പറയുന്ന വിഷയങ്ങളോടൊപ്പം നിൽക്കാൻ മടിച്ചവർ പോലും ഇന്ന് ഓരോ വിഷയത്തിൽ തെരുവിലിറങ്ങുന്നുണ്ട്. അപ്പൊ ഓരോരുത്തരെയും ബാധിക്കുന്ന ഓരോ വിഷയങ്ങളും ആകെ തുകയായിട്ട് വന്നാൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് BJP തകർന്നടിയും. ഇപ്പോൾ തന്നെ ചന്ദ്രബാബു നായിഡുവിന്റെയും നിതീഷ് കുമാറിന്റെയും രണ്ട് പൊയ്ക്കാലുകളിൽ മാത്രം എഴുന്നേറ്റ് നിൽക്കുന്ന വൈകല്യമുള്ള ഭരണകൂടമാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ ഈ ഭരണകൂടം. എന്തായാലും ജിൻഡോ ജോൺ ആയിരുന്നു നമ്മളോടൊപ്പം ചേർന്നത്. രാജ്യ തലസ്ഥാനത്ത് പ്രതിഷേധം ആളിക്കത്തുകയാണ്. യാതൊരു നീക്കങ്ങളുമില്ല, നടപടികൾ ഉണ്ടാകുന്നില്ല. പാർലമെന്റിൽ ഇത് ഉന്നയിക്കുന്നതിനെ പറ്റി പറയുന്നില്ല. ആ ചോദ്യം ഉന്നയിക്കാൻ അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നത് നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. എങ്കിലും ഈ CJP എന്തായാലും ഈ പറയുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്, പ്രതിഷേധം ഘടിപ്പിക്കുകയാണ്. ഏത് തരത്തിലായിരിക്കും ഇനി കേന്ദ്ര സർക്കാർ ഇതിനെ നേരിടുക എന്നത് വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും.